രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും സവിശേഷമായ സ്ഥാനമുള്ള ഒന്നാണ് 1957 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അധികാരമേറ്റ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ. ലോകത്ത് ആദ്യമായി ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എന്ന ഖ്യാതി ഉണ്ടെങ്കിലും ആ 2 വർഷക്കാലം കേരളം കണ്ടത് അധികമാരും ചർച്ച ചെയ്യാത്ത അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും അഴിമതികളുടെയും അധ്യായമാണ്. സ്വാതന്ത്ര്യം ലഭിച്ച ശേഷവും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യർ കൊല്ലപ്പെട്ട, ക്രമസമാധാനം പൂർണ്ണമായും തകർന്നു പോയ ഒരു ഭരണകാലത്തിന്റെ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് ചരിത്ര താളുകളിൽ ഇപ്പോഴും അവശേഷിക്കുന്നത്. അധികാരമേൽക്കുമ്പോൾ തന്നെ EMS സർക്കാർ നേരിട്ടത് കടുത്ത അരിക്ഷാമവും രൂക്ഷമായ വിലക്കയറ്റവുമായിരുന്നു. സാധാരണക്കാരന്റെ അടുക്കള പട്ടിണിയിലേക്ക് നീങ്ങിയതോടെ അരിയെവിടെ തുണിയെവിടെ, പറയൂ പറയൂ നമ്പൂരി എന്ന മുദ്രാവാക്യം കേരളത്തിന്റെ തെരുവുകളിൽ മുഴങ്ങി. ജനങ്ങളുടെ വിശപ്പിനെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് രാജ്യത്തെ തന്നെ ആദ്യത്തെ പ്രധാന അഴിമതി ആരോപണം ഉയരുന്നത്. ആന്ധ്ര അരി കുംഭകോണം. വിശപ്പടക്കാൻ അരി ഇറക്കുമതി ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു. എന്നാൽ ടെൻഡർ പോലും വിളിക്കാതെ വിപണി വിലയേക്കാൾ ഉയർന്ന നിരക്കിൽ മദ്രാസിലെ ഒരു സ്വകാര്യ കമ്പനിയുമായി സർക്കാർ രഹസ്യ കരാർ ഉണ്ടാക്കി. ഈ കച്ചവടത്തിലൂടെ സംസ്ഥാന ഖജനാവിന് 1 ലക്ഷം രൂപയിലധികം നഷ്ടം വന്നതായി ശക്തമായ ആരോപണം ഉയർന്നു. ഈ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് PT രാമൻ നായർ കമ്മീഷൻ ഇടപാടിൽ സംശയമുണ്ടാക്കുന്ന പഴുതുകൾ ഉണ്ടെന്ന് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നിരുന്നാലും ഭരണകൂടം ഈ റിപ്പോർട്ട് തള്ളിക്കളയുകയായിരുന്നു. ഇത് അഴിമതി ആരോപണങ്ങളെയും ഭരണപരമായ വീഴ്ചകളെയും ചോദ്യം ചെയ്ത ജനവികാരം കൂടുതൽ ആളിക്കത്തിക്കാനും കാരണമായി. അഴിമതി ആരോപണങ്ങൾക്ക് പുറമെ സംസ്ഥാനത്ത് കടുത്ത രാഷ്ട്രീയ സംഘർഷങ്ങളും പാർട്ടി പ്രവർത്തകരുടെ കൊലപാതകങ്ങളും വർദ്ധിച്ചു വന്നു. ക്രമസമാധാന നില പാടെ തകർന്നതോടെ ജനരോക്ഷം അതിരു കടന്നു. ഈ ജനകീയ പ്രക്ഷോഭമാണ് പിൽക്കാലത്ത് വിമോചന സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭമായി ആളിക്കത്തിയത്. ജാതിമത ഭേദമന്യേ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, PSP തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം സർക്കാരിനെതിരെ അണിനിരന്നു. സമരത്തെ നേരിടാൻ സർക്കാർ തിരിയുന്നത് സായുധ മാർഗമായിരുന്നു. അതിന്റെ ഫലം അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്കാണ് നയിച്ചത്. അങ്കമാലി, പുല്ലുവിള, വെട്ടുകാട്, ചെറിയതുറ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ സമരക്കാർക്ക് നേരെ പോലീസ് വെടിയുതിർത്തു. ആ വെടിവെപ്പിൽ മൊത്തം 15 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. വെടിവെപ്പുകളിൽ ഏറ്റവും വേദന ഉയർത്തുന്ന സംഭവമായിരുന്നു യുവതിയായ ഫ്ലോറിയയുടേത്. സർക്കാർ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ച ഗർഭിണിയായ ആ യുവതിയുടെ നെഞ്ചിലേക്കാണ് പോലീസ് വെടിയുയർത്തത്. വെടിയേറ്റു മരിച്ച മറ്റ് 14 പേരുടെ ചോരയും, പോലീസ് ലോക്കപ്പ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട KP ജോസഫിന്റെ നിലവിളിയും, മീൻപുഴയ്ക്കൽ കുര്യൻ, ജോസഫ് ചരളിയൻ എന്നിവരുൾപ്പെടെയുള്ള ഓരോ രാഷ്ട്രീയ കൊലപാതകങ്ങളും ചേർന്നാണ് ആ ഭരണകാലത്തിന്റെ ഇരുണ്ട ചിത്രം പൂർത്തിയാക്കിയത്. ക്രമസമാധാന നില തകരുകയും ജനകീയ പ്രക്ഷോഭം സർക്കാരിന് എതിരാവുകയും ചെയ്തതോടെ ജനാധിപത്യപരമായ ഭരണത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിന്റെ വ്യക്തമായ സൂചനകൾ ഉയർന്നു വന്നു. അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന 895 പഞ്ചായത്തുകളിൽ 700 എണ്ണവും. ഒടുവിൽ ഈ പ്രതിസന്ധികൾക്ക് വിരാമമിട്ട് 1959 ജൂലൈ 31 കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ 356 വകുപ്പ് ഉപയോഗിച്ച് EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ ഇത്തരത്തിൽ പിരിച്ചുവിടുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംഭവമായിരുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ അധികാരമേറ്റ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ജനകീയ പ്രക്ഷോഭം, അഴിമതി ആരോപണങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, പോലീസ് വെടിയൊച്ചകൾ ഇവയുടെ കറുത്ത പാടുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു വിവാദ അധ്യായമായി മാഞ്ഞു തുടങ്ങി. ഈ സത്യങ്ങളാണ് ചരിത്ര താളുകളിൽ അധികമാരും ചർച്ച ചെയ്യപ്പെടാതെ പോയ അതിക്രൂരമായ കഥയുടെ കാതൽ.